കണ്ണൂർ തളിപ്പറമ്പ് ചിറവക്ക് തമ്പുരാൻ നഗർ റോഡ് തകർന്നിരിക്കുന്നു. കനത്ത മഴയിൽ അരുക് ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. അവർ മുന്നേ നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് സ്റ്റേ ചെയ്യിച്ചതാണ്. പഴയ കൗൺസിലറും അടുത്ത വീട്ടിലെ മധുരേച്ചറ മോളും കൂടി സ്റ്റേ ചെയ്യിപ്പിച്ചതാണ്. അത് അവർ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ലാസ്റ്റ് മഴക്ക് മുന്നേ ഞങ്ങൾ വിളിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് കെട്ടാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. നമ്മൾ ഈ ഭാഗത്ത് അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. അതുപോലെ ഈ ഭാഗത്ത് CMR വില്ല അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് വണ്ടി പോകാനുള്ള സ്ഥലമാണ്. അത് എത്രയും പെട്ടെന്ന് കെട്ടി കൊടുക്കണമെന്നാണ്. CK വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. CK, ആ മണ്ണിന്റെ നിൽപ്പ് കണ്ടിട്ട് നിലവിൽ അത് ഇനിയും ഒരു മഴ പെയ്യണമെന്ന് പോലും തോന്നുന്നില്ല. അത് ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഉണ്ടായത്? അവിടെയൊക്കെ നല്ല മഴയാണോ? മഴ അതിശക്തമായ മഴയുണ്ടായിരുന്നു എന്നത് തന്നെയാണ് സത്യം. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ കൗൺസിലർ പറഞ്ഞതാണ് അതിൻ്റെ പൊതുവായ കാര്യം. അശാസ്ത്രീയമായ രീതിയിൽ ആ റോഡിൻ്റെ അരികിൽ നിന്ന് മണ്ണെടുത്തു. സ്വകാര്യ വ്യക്തി അവിടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയും മറ്റുമായി ആ ഭാഗത്തെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെ അല്ലെങ്കിൽ വീതി നൽകാതെ മണ്ണെടുത്തു. പൂർണ്ണമായും കുത്തനെ രീതിയിൽ മണ്ണെടുത്താണ് ഇങ്ങനെ റോഡ് തകർന്നു പോകാനുള്ള കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ റോഡ് ഒട്ടേറെ പേർ ഒരേ സമയം ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ഈ തമ്പുരാൻ നഗർ എന്ന് പറയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിസരങ്ങളൊക്കെ അടങ്ങുന്ന മേഖലയിലേക്ക് പോകുന്ന റോഡാണത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി പല ഭാഗങ്ങളിൽ നിന്നായി ആൾക്കാർ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അങ്ങനെയുള്ള റോഡിൻ്റെ പരിസരമാണത്. ആ റോഡാണ് ഇന്നലെ രാത്രി കനത്ത മഴയിൽ തകർന്നത്. അത് ഇനി ഉപയോഗിക്കാൻ പാകത്തിൽ അല്ല ഇപ്പോഴുള്ളത്. അതിൻ്റെ അരികെ ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. താരങ്ങും മറ്റും ഇളകിയിട്ടുണ്ട്. അതിലൂടെ ഇനി വാഹനങ്ങൾ പോകുന്നത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നഗരസഭയും പോലീസും അതിലിടപെട്ട് ആ റോഡിലേക്കുള്ള ഗതാഗതം തടഞ്ഞിട്ടുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ. ഏതായാലും ആ അരികെ ഭിത്തി കെട്ടിക്കൊടുക്കാം എന്ന് അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ, അതിനെ ആ മണ്ണെടുത്ത സ്ഥലത്തിൻ്റെ ഉടമ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ രീതിയിൽ ആ റോഡ് അവിടെ നിലനിർത്താൻ ആവില്ല. അതുകൊണ്ടാണ് റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ട് ഇപ്പോൾ നഗരസഭയും പോലീസും ഉത്തരവിറക്കുകയും തടയുകയും ചെയ്തിട്ടുള്ളത്.